നമസ്കാരം. ധനം വർദ്ധിക്കുകയും ചെയ്യുന്ന തൊഴിലിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും ആഗ്രഹങ്ങളൊക്കെ സഫലമാകുകയും ചെയ്യുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഈ വരുന്ന ഡിസംബർ മാസം ഇവരെ സംബന്ധിച്ച് വലിയ ഭാഗ്യാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. നിങ്ങൾ ചെയ്യുന്ന തൊഴിലിൽ അല്ലെങ്കിൽ കർമ്മ മേഖലയിൽ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. പരിപൂർണമായ വിജയം. മംഗല്യ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് മംഗല്യ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടും. ധനപരമായി ഒരുപാട് കടങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെ ഉള്ളവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയം. കടകളിൽ അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ ഇവരൊക്കെ നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ കച്ചവടമൊക്കെ കുറവുണ്ടെങ്കിൽ ആ കച്ചവടമൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ്. പറയുന്ന നക്ഷത്രജാതകർക്ക് രാജയോഗമാണ് ഫലം. ആ നക്ഷത്രജാതകർ അവർ ചെയ്യേണ്ടതായ വഴിപാടുകൾ ഒക്കെ നമുക്കറിയാം. രാജരാജയോഗത്തിലേക്കെത്തും ഇവർ. എത്ര വലിയ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇവർക്ക് മാറിക്കിട്ടുന്നു. ഇവർ കൊതിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്നു. ഇവരൊരു ലോട്ടറി എടുത്തിട്ട് അത് അടിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അത് കേൾക്കും. അത്രയേറെ ശുദ്ധ മനസ്സുകളായിരുന്നു ഈ നക്ഷത്രജാതകരുടേത്. എന്നാൽ വലിയൊരു മാറ്റം ഇവർക്ക് ഇപ്പോൾ ആവശ്യമാണ്. ധാരാളം പൈസ ആവശ്യമുള്ള സമയമാണ്. ആ നക്ഷത്രജാതകർ ഇവരാണ്. അതിൽ കാർത്തികയുണ്ട്, രോഹിണിയുണ്ട്, മകീരമുണ്ട്, ചിത്തിരയുണ്ട്, ചോതിയുണ്ട്, വിശാഖമുണ്ട്, രേവതിയുണ്ട്. ഇവർ വിജയം കൈവരിക്കും. കാര്യസിദ്ധി വിജയമാണ് ഇവർക്ക് ഇനി സംഭവിക്കുക. ഈ നക്ഷത്രജാതകർ, ഞാൻ ഈ പറഞ്ഞ ഈ നക്ഷത്രജാതകർ കാർത്തിക, രോഹിണി, മകീരം, ചിത്തിര, ചോതി, വിശാഖം, രേവതി ഇവർ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ചിലർക്കൊക്കെ കുടുംബക്ഷേത്രം എവിടെയാണ് എന്നറിയത്തില്ല. അവരുടെ പൂർവികർ പോയി പൂജ നടത്തിയിരുന്ന ആ ക്ഷേത്രം തീർച്ചയായും നമ്മൾ അവിടെ പോകണം. നമ്മുടെ പാപങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറണം എന്നുണ്ടെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികപരമായിട്ട് വലിയ നേട്ടമൊന്നും ഉണ്ടാകാതെ വരും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാതെ വരും. അപ്പോൾ തീർച്ചയായും കുടുംബക്ഷേത്രത്തിൽ ഈ കാർത്തികയും രോഹിണിയും മകീരവും ചിത്തിരയും ചോതിയും വിശാഖവും രേവതിയും പോയിരിക്കണം. ഈ നക്ഷത്രജാതകർ എന്ത് കാര്യം ചെയ്താലും കാര്യസിദ്ധി വിജയം കൈവരിക്കും. അത്രയേറെ നല്ല ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തുന്നത്. ഏതെങ്കിലുമൊക്കെ മത്സര പരീക്ഷകളിൽ അല്ലെങ്കിൽ ഇൻ്റർവ്യൂകളിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് 3 ഏലക്ക എടുത്ത് പോക്കറ്റിലിട്ടിട്ട് പോവുക. വരുന്ന സമയത്ത് അത് 3 പ്രാവശ്യം തലയ്ക്കൊന്നൊഴിഞ്ഞതിന് ശേഷം 3 കൂടുന്ന മൂക്കിൽ വലിച്ചെറിഞ്ഞേക്കുക. 3 ഏലക്കയേ ആകാവൂ. വെറും 3 ഏലക്ക അത് പോക്കറ്റിലിട്ടിട്ട് പോവുക. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വരുന്ന സമയത്ത് ഇതൊരു 3 കൂടുന്ന മുക്കിൽ വലിച്ചെറിഞ്ഞേക്കുക. സമസ്ത മേഖലകളിലും ഈ നക്ഷത്രജാതകർക്ക് വിജയിക്കാൻ കഴിയും. ഇവർ ക്ഷേത്രദർശനം നടത്തുക. ശിവഭഗവാന് കൂവളമാല, ശിവക്ഷേത്രത്തിൽ പോകണവർ ശിവഭഗവാന് കൂവളമാല, ജലധാര, മൃത്യുഞ്ജഹോമം ഈ വഴിപാടുകളൊക്കെ ഈ നക്ഷത്രജാതകർ ചെയ്യുക. നവഗ്രഹ ക്ഷേത്രങ്ങളിൽ നവഗ്രഹ പൂജ കൂടി നടത്തുക. ഭൈരവന് ഇഷ്ട നിവേദ്യങ്ങൾ നടത്തുക. അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും വന്നു ചേരുവാൻ കാരണമാകും. അപ്പോൾ ശിവഭഗവാന് കൂവളമാല, ജലധാര, മൃത്യുഞ്ജഹോമം ഈ വഴിപാടുകൾ നടത്തുക. നവഗ്രഹ ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ നടത്തുക. തികച്ചും അനുയോജ്യമായ ഈ സമയം നല്ല രീതിയിൽ വിനിയോഗിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ 94 967 24 401 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായും മറുപടി തരും. രാജയോഗമാണ്, രാജരാജയോഗമാണ്. തീർച്ചയായും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. ഇതിലും വലിയൊരു ഭാഗ്യം കാർത്തികയ്ക്കും രോഹിണിക്കും മകീരത്തിനും ചിത്തിരയ്ക്കും ചോതിക്കും വിശാഖത്തിനും രേവതിക്കും വരാനില്ല. വിജയിക്കുക തന്നെ ചെയ്യും, ഉറപ്പ്.